തന്നെ അമിതമായിട്ടുള്ള ഗുളികകളുടെ അതായത് മരുന്നുകളുടെ ഉപയോഗം. ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്, എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ ഓടിച്ചെന്ന് നമ്മുടെ ഇഷ്ടത്തിനൊരു മരുന്ന് വാങ്ങിക്കുന്ന ഒരവസ്ഥ. നമസ്കാരം, ആയുഷ് കാമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ. കരൾ രോഗങ്ങൾ. ഇപ്പോൾ കരളിന്റെ രോഗങ്ങൾ കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. പണ്ടൊക്കെ അപൂർവമായിട്ടായിരുന്നു ഫാറ്റി ലിവറും അതുപോലെ തന്നെ കരളിന്റെ പല ഘട്ടങ്ങളിലുള്ള രോഗങ്ങൾ നമ്മൾ കാണുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ജീവിതശൈലിയും സാഹചര്യങ്ങളും എല്ലാം കരൾ രോഗങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരള്. അതുപോലെ തന്നെ കരളിന്റെ അത്യാവശ്യം നല്ല ഫങ്ഷൻസ്, നമ്മുടെ ശരീരത്തിന്റെ ഒരുവിധപ്പെട്ട ഫങ്ഷനുകളെല്ലാം തന്നെ കരൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കരളിലുണ്ടാകുന്ന കേടുപാടുകൾ മറ്റു പല നമ്മുടെ അവയവങ്ങളെ ബാധിക്കുകയും അത് നല്ലൊരു മോശമായ ഒരു രീതിയിൽ നമ്മുടെ ശരീരത്തെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ കരൾ രോഗം കൂടുന്നത് കരൾ മാറ്റിവെക്കുന്ന ഒരവസ്ഥയിലോട്ടും അതുപോലെ തന്നെ അത് മരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കരൾ രോഗമുള്ള ആളുകൾ പ്രധാനമായിട്ടും ഉറപ്പായിട്ടും ഒഴിവാക്കേണ്ട ചില ഭക്ഷണ സാധനങ്ങളുണ്ട്. ഇപ്പൊ കരളിന് എന്തെങ്കിലും തരത്തിലെ രോഗങ്ങൾ ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഇത്തരത്തിലെ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ കരൾ രോഗം കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ, അതായത് ഇപ്പോൾ നോർമലി ഒരു ചെറിയ അസുഖമുള്ള കരള് വീണ്ടും നമ്മൾ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അത് വലിയൊരു അവസ്ഥയിലോട്ട് മാറുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ടും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് മദ്യപിക്കുന്നത്. മദ്യപാനം കൂടുതലും കരളിനെ ബാധിക്കുകയും, അതായത് ആൽക്കഹോൾ കണ്ടന്റ് കരളിനെ ബാധിക്കുകയും അത് ഒരു ഫാറ്റി ലിവറിൽ, ഗ്രേഡ് 1 ഫാറ്റി ലിവറിൽ തുടങ്ങി അതൊരു സിറോസിസിലോട്ട് മാറുകയും ചെയ്യുന്നു. കരൾ പൂർണ്ണമായും നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത അവിടെ കാണുന്നു. അതുകൊണ്ട് തന്നെ മദ്യപാനം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ഗുളികകളുടെ അതായത് മരുന്നുകളുടെ ഉപയോഗം. ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്, എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ ഓടിച്ചെന്ന് നമ്മുടെ ഇഷ്ടത്തിനൊരു മരുന്ന് വാങ്ങിക്കുന്ന ഒരവസ്ഥ. ഒരു ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെയോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇന്നൊരാൾ പറഞ്ഞു എനിക്ക് ഇന്ന രോഗത്തിന് ഇന്ന മരുന്ന് തന്നു, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ മരുന്ന് നിങ്ങൾ വാങ്ങിച്ചു കഴിക്കുക എന്ന് പറഞ്ഞ് ആളുകൾ ചെന്ന് ആ ഒരു മരുന്ന് വാങ്ങിക്കുന്ന ഒരവസ്ഥ. അതും അതിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം. ഒരു ക്വാണ്ടിറ്റി ഒന്നും അറിയാതെ, എത്ര അളവിൽ കഴിക്കണം എന്നറിയാതെ നമ്മുടെ ഇഷ്ടാനുസരണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അത് കരളിന് വലിയ ഭാരപ്പെട്ട വലിയൊരവസ്ഥയിലോട്ട് അതെത്തിക്കുന്നു. കരളിന് അതൊന്നും ദഹിപ്പിക്കാൻ പറ്റാതെയും അതുപോലെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നിലയ്ക്കുന്നൊരവസ്ഥയിലോട്ടും പോകുന്നു. അതുകൊണ്ട് തന്നെ അമിതമായിട്ടുള്ള മരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കുക. അടുത്തതായിട്ട് വരുന്നത് ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. ഒരുപാട് ഡീപ് ഫ്രൈ ചെയ്തതും അതുപോലെ പൊരിച്ചതും വറുത്തതുമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ അമിതമായിട്ട് ഉപ്പ് ചേർന്ന് വരുന്ന ആഹാര പദാർത്ഥങ്ങൾ, അതായത് ഇപ്പോൾ പാക്കറ്റിലൊക്കെ വരുന്ന ചിപ്സുകൾ, അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ചിലർക്ക് ഉപ്പിനോട് കുറച്ചൊരു താല്പര്യം കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ കരളിന് നീർക്കെട്ടുണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കുക. അതുപോലെ തന്നെ പഞ്ചസാരയുടെ ഉപയോഗം, അതുപോലെ പഞ്ചസാര ചേർത്തുണ്ടാക്കുന്ന ബേക്കറി സാധനങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇവയെല്ലാം തന്നെ നമ്മൾ കുറയ്ക്കുക അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. നിങ്ങളുടെ രോഗത്തിനനുസരിച്ച് നമ്മളത് കുറയ്ക്കുകയോ അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയോ ചെയ്യുക. അതുപോലെ റെഡ് മീറ്റ്, അതുപോലെ നമ്മുടെ ഷെല്ലുകൾ കൂടി വരുന്ന ആഹാരങ്ങൾ, അതുപോലെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ, അതുപോലെ പാക്കറ്റിൽ വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, ഒരുപാട് എണ്ണയും ഒരുപാട് നെയ്യും ഒരുപാട് ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ളതും ഒരുപാട് മസാല ചേർന്നിട്ടുള്ളതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇവയെല്ലാം തന്നെ കരളിന് വലിയൊരു ഭാരം ഏൽപ്പിക്കുന്നു. നമ്മൾക്കിത് കരളിന് ഇതൊന്നും ദഹിപ്പിക്കാൻ പറ്റാതെ ആകുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കുക. അതുപോലെ ബേക്കറി ഐറ്റംസ്, ഒരുപാട് എണ്ണയും ഒരുപാട് നെയ്യും ഒരുപാട് പഞ്ചസാരയൊക്കെ ചേർന്ന് വരുന്ന ഈ ഒരു മിശ്രിതം നമ്മുടെ കരളിന് വീണ്ടും വലിയ വലിയ ജോലികളാണ് കൊടുക്കുന്നത്. കാരണം നമ്മുടെ കരൾ ഓൾറെഡി വീക്കാണ്. അപ്പോൾ വീണ്ടും അതിന് വലിയൊരു വർക്ക് കൊടുക്കുമ്പോൾ
അതിന് പണിയെടുക്കാൻ പറ്റാതെ ആകുന്നു. നമ്മുടെ എല്ലാ ഓർഗൻസും അവരവരുടെ പണി കൃത്യമായിട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു അവയവത്തെ നമ്മൾ എപ്പോഴും കാര്യമായിട്ട് തന്നെ പരിപാലിക്കുക. അതിന് വലിയ ഹെവി വർക്കുകളൊന്നും കൊടുക്കാതെ തന്നെ നമ്മൾ കൃത്യമായ ഒരു ജീവിത ചിട്ടയിൽ, ജീവിത ശൈലിയിൽ നമ്മൾ നമ്മുടെ ശരീരത്തെ കൊണ്ടുപോവുക. അതുകൊണ്ട് തന്നെ കരൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ്. അതുകൊണ്ട് തന്നെ കരളിനുണ്ടാകുന്ന എല്ലാ അസുഖങ്ങളും നമ്മുടെ മറ്റു പല ഓർഗൻസിനെ ബാധിക്കുകയും ശരീരത്തിനെ മൊത്തത്തിലായിട്ട് കൊളസ്ട്രോളിന്റെ അളവൊക്കെ കുറയാതെ നിൽക്കുന്നതെല്ലാം കരളിനുണ്ടാകുന്ന ആ ഒരു വീക്കായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ആ ഒരു അവസ്ഥ വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും കരളിനെ സംരക്ഷിക്കുക. ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ നമ്മുടെ കരളിനെ കൃത്യമായി തന്നെ പരിപാലിക്കുക. എപ്പോഴും കരൾ രോഗങ്ങളില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.